വെൽക്കം ടു ലെജൻസ്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടോ. സെമി സിൽക്കിന്റെ തന്നെ നല്ല ഫാബ്രിക് ആണ്. ഈ ഒരു 1000 സംതിങ് റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്. കാരണം ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുണ്ട്, എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട നല്ല ആട്ടോ. നമുക്ക് സാറിന് വരുന്നേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഫ്ലവർ ഡിസൈൻ, അത് ബ്രഷ് പെയിന്റ് ആണ്. ഈ ഒരു ഫ്ലവറിന് മാത്രം ബ്രഷ് പെയിന്റ്, ബാക്കി ഫുള്ള് ഇതുപോലെ എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. കളറ് നോർമൽ ഒരു റെഡ് അല്ല കേട്ടോ. അതായത് ഇങ്ങനെ ബ്രിക്ക് ഷെയ്ഡും റെഡും കൂടെ കമ്പൈൻ ചെയ്തെടുത്തേക്കുന്ന ഒരു കളറാണ്. ഫ്രണ്ട് പോർഷനിലും മുമ്പേ കാണിച്ച പോലെ തന്നെ ആ ഫ്ലവേഴ്സിനൊക്കെ ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്തും കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തിൻ്റെയും 1 by 1 ആയിട്ട് നമ്മൾ കാണിക്കുന്ന അതനുസരിച്ച് ഓർഡറിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കയറി നോക്കാം. ഇൻ കേസ് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കയറി നോക്കേണ്ടവർക്ക് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഉദ്ദേശിച്ച കളർ അല്ലെങ്കിലും തൊട്ട് താഴെ തന്നെ നമ്മുടെ സൈറ്റിൽ റിലേറ്റഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് നോക്കിയിട്ട് അവൈലബിൾ ആണെങ്കിൽ ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടും. ഇൻ കേസ് അത് പറ്റത്തില്ലെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് ബാർകോഡ് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അയച്ചു തന്നാലും ചക്കലും ഡിലേ വരും. ഒത്തിരിയല്ല, കുറച്ച് മെസ്സേജ് കൂടുതലും കുറച്ച് ഡിലേ വരും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടും. അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ ഒരു സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ലിങ്കിൽ കയറിയിട്ട് ബൈനോ കൊടുത്താൽ മതി. അവൈലബിലിറ്റി വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എക്സ്പയർ ആയിപ്പോൾ എന്ന് പറഞ്ഞാലും ടെൻഷനൊന്നും അടിക്കേണ്ട. അങ്ങനെ എക്സ്പയർ മെസ്സേജ് വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. അതിന് ഇൻ കേസ് പേയ്മെന്റ് ചെയ്തവർക്കാണെങ്കിലും അയ്യോ പോയോ ഐറ്റം എന്നുള്ളൊരു ടെൻഷനാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ എക്സ്പയർ മെസ്സേജിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ടൈം ഇത്രയും, നിങ്ങൾക്ക് ബുക്കിംഗ് നിങ്ങളുടെ നമ്പറിൽ ബുക്ക് ആയിരിക്കുന്ന ടൈം കഴിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കയറിയിട്ട് ബൈനോ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നിങ്ങൾ ആ ഒരു മെസ്സേജ് കാണുന്നവർക്ക് ടെൻഷൻ ആവേണ്ട. അത് നമ്മൾ ആ ഒരു കുറച്ച് സമയത്തേന് ആ ഒരു ഇതാക്കി ഇടുന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ആ ടൈമിനുള്ളിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്ക് വിറ്റ് പോകാം. അതാണ് ഒരു ചെറിയൊരു ഇതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയത്തിനുള്ളിൽ തന്നെ പേയ്മെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ കണ്ടല്ലോ, അതായത് റെഡും ബ്രിക്കും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. നമുക്കിതിന്റെ നമ്പർ വരുന്നത് V791, റേറ്റ് 1150 ആണ്, 1150. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ കളർ ആട്ടോ. ഇതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ ഒരു ഗ്രേ പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. ശരിക്കും ഇച്ചിരി ഡാർക്കർ ഒരു ബ്ലൂ ആട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ഡബിൾ ടോൺ വരുന്നതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു കളർ കിട്ടാത്തത്. ഇതിൽ ഇതുപോലെ ഫുൾ ഫ്ലവർ പാറ്റേണിൽ ഓരോ കളേഴ്സിനും അതിന് ചേരുന്ന രീതിക്കാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. ഓരോ ഫ്ലവറിന്റെ കളറിന് മാച്ചിങ് ആ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഗ്രീന്, ബ്ലൂ, ഈ ഒരു ലൈറ്റ് ഒരു പീച്ച് ഓറഞ്ച് പോലത്തെ ഷെയ്ഡ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയിലും ഇതാ സെയിം തന്നെ ഫ്ലവർ പാറ്റേൺ അതിലും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഐറ്റം ആട്ടോ. കളർ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഭയങ്കര ആഷ് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡ് ആട്ടോ, നല്ല ഷെയ്ഡാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, അത് സെയിം കളർ തന്നെ. സാറ്റിൻ ആട്ടോ ഇങ്ങനത്തെ മോഡലിലെല്ലാം വരിക. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ഗ്രേ പോലെ കാണിക്കുന്ന ഗ്രേ അല്ല കേട്ടോ, ബ്ലൂ തന്നെയാണ്. പിന്നെ നമ്പർ V792. നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 1150 ആണ്, 1150. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ടൊമാറ്റോ റെഡിന്റെ ഒക്കെ കളർ, അതായത് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൽ ഭയങ്കര റെഡ് ആട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ച റെഡ് പോലെ ഇരിക്കുന്നത് അല്ലേ, പക്ഷെ റെഡ് അല്ല കേട്ടോ. എവിടെയും ഒരു പിങ്ക് ടോൺ ഒക്കെ വരുന്ന സൈസ് ഡാർക്കർ ആയിട്ടുള്ള ഒരു പിങ്കിന്റെ ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇതില് ഭയങ്കര റെഡ് അല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ പാറ്റേൺ നല്ല അല്ലേ. ദുപ്പട്ട സാറിന് വരുന്നേക്കാളും കുറച്ചൊരു ഡിഫറൻറ്റ് സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. എംബ്രോയിഡറി വർക്ക് ഇതിന്റെ ഈ ഒരു എംബ്രോയിഡറി 2 സൈഡിലും ഉണ്ട് കേട്ടോ. മറ്റേ ഓപ്പോസിറ്റ് സൈഡിലും കുഞ്ഞായിട്ട് തന്നെ ആ വർക്ക് സ്കാലപ്ഡ് ആയിട്ട് വരുന്ന ബോർഡറാണ്. ഇതാണ് ബോർഡർ. ഇത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ ഇതുപോലെ വരും. കളർ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഡാർക്കർ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കുറച്ചൊരു ഓറഞ്ചോ അങ്ങനെ റെഡ് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. അങ്ങനെയല്ല, കുറച്ചുകൂടെ ഡാർക്കർ ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ വരുന്നത് V789, റേറ്റ് 1150 ആണ്, 1150. ഇതിൽ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ ആട്ടോ. ഇതിൽ കാണുന്ന അത്രയും ബ്ലൂ അല്ല, രാമ ഗ്രീൻ ഷെയ്ഡ്. ഇതിൽ കാണുമ്പോൾ രാമ ബ്ലൂ പോലെ തോന്നിക്കുന്നുണ്ട്. രാമ ഗ്രീൻ ആണ് ഷെയ്ഡ്. എന്നാൽ നല്ല കളർ ആട്ടോ. ഗ്രീനിന്റെ ഭയങ്കര ഒരു രസമുള്ള ഷെയ്ഡാണ് രാമ ഗ്രീൻ എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമുക്കിങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ അത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ഗ്രീൻ കിട്ടത്തില്ല, അത് ബ്ലൂ ആയിട്ടേ കാണിക്കുള്ളൂ. അപ്പം ശരിക്കുള്ള ആ ഒരു രാമ ഗ്രീനിന്റെ ഒറിജിനൽ കളർ എനിക്ക് തോന്നുന്നു ഒരിക്കലും നമുക്ക് വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു ക്യാമറയിലും ആ ഒരു കളർ കിട്ടത്തില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഗ്രീൻ പോലത്തെ ഷെയ്ഡ്സിനെല്ലാം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഏത് ക്യാമറയെ പിടിച്ച് നോക്കിയാലും ആ കളറിന് ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നതായിട്ട് ചെറിയ വേരിയേഷൻ എന്തായാലും വരും. പക്ഷേ ഇന്നേ വരെ ആരും പറഞ്ഞില്ല കേട്ടോ. ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ കളർ ഗ്രീനാന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കാണാനും ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി. രാമ ഗ്രീൻ ആണ്, രാമ ബ്ലൂ അല്ല. ഇങ്ങനെ കാണുമ്പോൾ രാമ ബ്ലൂ ആയിട്ട് തോന്നിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം തന്നെ. ആ കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഫ്ലവേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, മീൻസ് ഓരോ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫ്ലവറിന്റെ കളർ കൊടുത്തേക്കുന്നത്. ഇതിൽ ഗ്രീൻ ഉണ്ട്, പിന്നെ പീച്ച്, പിന്നെ ഗ്രീൻ തന്നെ വേറൊരു കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. ഇത് ബ്രഷ് പെയിന്റ് ആട്ടോ. ഈ കാണുന്നത് ബ്രഷ് പെയിന്റ് ആണ്. അത് തന്നെ നമുക്ക് ദുപ്പട്ടയിലും. ബാക്കി അതിന് ചുറ്റിനും കൊടുത്തേക്കുന്ന എംബ്രോയിഡറിയാണ്. സെന്ററിൽ ഫ്ലവറിന് മാത്രം ബ്രഷ് പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് ആണ്. അപ്പോൾ ഇതിന്റെ നമ്പർ
790. നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 1150 ആണ്. 1150.